മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ മറവിൽ ധൂർത്ത് തുടർന്ന സംസ്ഥാന സർക്കാർ. കർഷകരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നതിന് 33 ലക്ഷം രൂപയാണ് കൃഷിവകുപ്പ് കണ്ടെത്തേണ്ടത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും സർക്കാർ കൃഷിവകുപ്പിന് നിർദ്ദേശം നൽകി. നവകേരള സദസ്സിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ മുഖാമുഖം കൂടി സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോടികൾ ചെലവഴിച്ചുള്ള നവകേരള സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. ഇതിനിടെയാണ് വീണ്ടും കോടികൾ ചെലവഴിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദ പരിപാടി. ഇതിനായി പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് സർക്കാർ വകുപ്പുകൾ. മറ്റു പദ്ധതികൾക്കായി അനുവദിച്ച പണം വകമാറ്റിയാണ് നിലവിൽ മുഖാമുഖം നടത്തുന്നത്. അടുത്ത മാസം 2-ന് ആലപ്പുഴയിൽ കാർഷിക മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നുണ്ട്. ഇതിനായി ചെലവ് വരുന്നത് 33 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ അനുവദിച്ച തുകയിൽ നിന്ന് വകമാറ്റും. ശേഷിക്കുന്ന 13 ലക്ഷം രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ കണ്ടെത്താനാണ് നിർദ്ദേശം. നവകേരള സദസ്സിനായി എല്ലാ ജില്ലകളിലും ഉദ്യോഗസ്ഥർ വ്യാപകമായി പിരിവ് നടത്തിയിരുന്നു. ഇനി സംവാദത്തിനു വേണ്ടിയും പിരിവിനിറങ്ങേണ്ട ഗതികേടിലാണ് ഉദ്യോഗസ്ഥർ. നേരത്തെ യുവജനക്ഷേമ ബോർഡിന്റെ 30 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനായി സർക്കാർ വകമാറ്റിയിരുന്നു. കൂടുതൽ വകുപ്പുകളുടെ പണം വകമാറ്റിയാണെങ്കിലും പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നോക്കുകുത്തികളായിട്ട് മാസങ്ങൾ കഴിയുന്നു. KSRTC പെൻഷൻ നൽകണമെങ്കിൽ സഹകരണ ബാങ്കുകൾ കനിയണം. നയാ പൈസ കയ്യിലില്ലെന്ന് വിലപിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ കോടികൾ ചെലവഴിച്ചുള്ള ഇത്തരം ദൂരത്തിന് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.